മുല്ലപ്പെരിയാർ വിഷയത്തിൽ തമിഴ്നാട് അനാവശ്യ പ്രകോപനമുണ്ടാക്കുന്ന ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പുതിയ തമിഴ്നാട് സർക്കാർ തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതായും നാഷണൽ ഡാം സേഫ്റ്റിയുടെ പരിഗണനയിലുള്ള വിഷയമാണ് മുല്ലപ്പെരിയാറെന്നും എം പി പറഞ്ഞു. കേരളത്തിന്റെ നിലപാട് പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടെന്നും വളരെ പ്രകോപനപരമായ പ്രഖ്യാപനമാണ് ബജറ്റ് പ്രസംഗത്തിൽ തമിഴ്നാട് സർക്കാർ ആവർത്തിക്കുന്നതെന്നും എം പി വ്യക്തമാക്കി. തമിഴ്നാട് അനാവശ്യമായ പ്രകോപനമാണ് ഇക്കാര്യത്തിൽ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് തീക്കൊള്ളി കൊണ്ട് തലചൊറിയുന്നതിന് തുല്യമാണ്. കാരണം എന്തെന്ന് ചോദിച്ചാല് ഈ വിഷയത്തെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം. പക്ഷേ തമിഴ്നാട് ഗവൺമെന്റ്, പുതിയ ഗവൺമെന്റ് യാഥാർത്ഥ്യമായതിനു ശേഷം തുടർച്ചയായി ഇത്തരം പ്രസ്താവനകളും പ്രഖ്യാപനങ്ങളും വരുന്നത് അനുചിതവും അനൗചിത്യവുമാണ്. അതുകൊണ്ടെന്നാൽ നമുക്കെല്ലാവർക്കും അറിയാം, ഇപ്പോൾ ഈ വിഷയം NDSAയുടെ പരിഗണനയിലാണ്, നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പരിഗണനയിലാണ്. പ്രത്യേകിച്ചും നാഷണൽ ഡാം സേഫ്റ്റി ആക്ട് പാസ്സായതിനു ശേഷം സുപ്രീം കോടതിയുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ മുമ്പ് പുറത്തുവന്ന ഇടക്കാല ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ആ ഉത്തരവിൽ പറഞ്ഞതായിട്ടുള്ള മേൽനോട്ട സമിതിയുടെ മുഴുവൻ അധികാരങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിൽ നിക്ഷിപ്തമാണ്. അതിനനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ വിഷയത്തിൽ കേരളത്തിനും തമിഴ്നാടിനും ഒരേപോലെ തന്നെയുള്ള ഒരു തലത്തിൽ തന്നെ കാര്യങ്ങൾ നിൽക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പ്രവർത്തനങ്ങൾ ആ വിധത്തിലാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇനി തുടർന്ന് നടക്കേണ്ടത് കോംപ്രിഹെൻസീവ് ഡാം സേഫ്റ്റി ഇവാലുവേഷൻ ആണ്. സമഗ്രമായിട്ടുള്ള ഡാം സുരക്ഷാ പരിശോധനയാണ് നടക്കേണ്ടത് CDSE എന്ന തലത്തിൽ. അപ്പോ ആ സമഗ്ര സുരക്ഷാ പരിശോധന നടത്തേണ്ടതായിട്ടുള്ള ഇൻഡിപെൻഡന്റ് പാനൽ ഓഫ് എക്സ്പെർട്സ്, അതിവിദഗ്ധരായിട്ടുള്ള ആളുകളുടെ സമിതി രൂപീകരണം അതുൾപ്പെടെ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ആ സമിതിയുടെ രൂപീകരണത്തിന്റെ അവസരത്തിലാണ് മുൻ LDF ഗവൺമെന്റ് സമർപ്പിച്ചതായിട്ടുള്ള കേരളത്തിന്റെ പ്രതിനിധിയെ ഏകപക്ഷീയമായി NDSA പിൻവലിക്കുകയും തുടർന്ന് അവരുടെ ഭാഗത്തു നിന്ന് മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ വലിയ വിവാദമായി. അപ്പോ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ആ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. അപ്പോ നമ്മൾ നമ്മളുടെ പ്രതിഷേധം അറിയിച്ചു. ഗവൺമെന്റ് തലത്തിൽ തന്നെ കത്തിടപാടുകൾ നടന്നു. MP എന്നുള്ള നിലയിൽ ഞാൻ നേരിട്ട് പോയി അവിടെ കൂടിക്കാഴ്ച നടത്തി. അപ്പൊ എല്ലാ കാര്യങ്ങളിലും നേരായ തരത്തിലുള്ള ഒരു പ്രവർത്തനം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.